Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടനായിട്ടുള്ള ഒരു കറിയാട്ടോ, ഉള്ളിക്കറി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പരിപ്പ്, ഇത് സാമ്പാർ പരിപ്പാണിത്, 10 ചെറിയ ഉള്ളി, അത് നമുക്ക് തൊലി പൊളിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. ഇനി വേണ്ടത് ഒരു വലിയ സവാള, അതും അത് കണക്ക് തന്നെ നമുക്ക് വലുതായിട്ട് മുറിച്ചിടണം. ഇത് നെടുകെ മുറിച്ചതിന് ശേഷം ഇത് കണക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് കുക്കറിലേക്ക് ഇടാം. പരിപ്പും കഴുകിയെടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ അകത്തേക്ക് തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ പരിപ്പ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്തേച്ചാൽ മതി. നമ്മൾ സാമ്പാറിനൊക്കെ ആകുമ്പോൾ പരിപ്പ് അധികം ചേർക്കുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് പറഞ്ഞിട്ടേക്കണം. അത് എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർക്കാം അതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ, ഇപ്പോൾ നമുക്ക് സവാളയ്ക്കൊക്കെ ഒത്തിരി വില കൂടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കറിയോ എന്നുള്ളത്. പക്ഷേ ഇത് എന്താ പറയുക, നമുക്ക് മലയാളികൾക്ക് സവാള ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ മേടിക്കും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കറി കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു നാടൻ കറിയും കൂടി ആട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ്, അന്നേരത്തേക്ക് നമുക്കിത് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ ഫുൾ പ്രഷർ പോയതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് സ്റ്റൗവിലേക്ക് മാറ്റാണ്. ഇനി ഇതിലൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന 1/2 കപ്പ് തേങ്ങ, പിന്നെ വേണ്ടത് വറ്റൽമുളക്. അപ്പോൾ ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അത് ചേർക്കാം. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ചിടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം, 1/4 ടീസ്പൂൺ ഉലുവ. നമ്മൾ ഇതുപോലെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടികൾ ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ മല്ലിയും മുളകും ഉലുവയൊക്കെ മുഴുവനായിട്ടുള്ളത് തന്നെ ഇട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പം ഞാൻ കൂടുതലും നാടൻ കറികൾക്കൊക്കെ ഈ ഒരു മെത്തേഡാട്ടോ ചെയ്യൽ. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പൊടി ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി ഈ തേങ്ങ, മല്ലി, മുളക്, ഉലുവ ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വറക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകട്ടെ. ഇതിനി ഒരു നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ ചൂടിൻ്റെ അകത്ത് തന്നെ കിടന്നിട്ട് ഒന്നും കൂടെ നല്ല ബ്രൗൺ കളറാകും. കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ കളർ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇനി വേണ്ടത് പുളിയാണ്. അപ്പോൾ പുളി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ പുളി അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ചൂടുവെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അലിഞ്ഞ് വരും. പെട്ടെന്ന് തന്നെ ഇതിന് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അതൊക്കെ തേങ്ങ നന്നായിട്ട് തണുത്തു വേണ്ട, നമ്മൾ ക്രിസ്പി കണക്കായി. തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമോ. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരയ്ക്കണം. വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട്. അരയ്ക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. ഇതിപ്പോൾ നമ്മളൊന്ന് അടച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയും പരിപ്പുമൊക്കെ എന്നായി നോക്കാം. ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു. അതുപോലെ സവാളയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം.
ഇനി ഈ ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് ഇങ്ങനത്തെ കറി എന്ന് വെച്ചാൽ കുറച്ച് കുറുകിയ ടൈപ്പ് കറിയാണിത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ്. അപ്പോൾ പുളി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് അത് ഇതിലേക്കൂടെ ചേർക്കാം. ഇതുണ്ടോ, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഇത് അലിഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഇരിക്കണം, എന്നാൽ മാത്രമേ ഇത് അലിഞ്ഞു വരുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അലിഞ്ഞു വരാൻ ഇച്ചിരി താമസമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്, നമ്മൾ ആദ്യം ചേർത്തതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഈ സ്റ്റൗവിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരണം. എന്നാൽ മാത്രമേ ഇതൊന്ന് കറി ഒന്ന് തിക്കായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിനകത്ത് തക്കാളി ചേർക്കുന്നില്ല, കായവും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഉള്ളിക്കറി എൻ്റെ പപ്പായ്ക്കും പിന്നെ മുല്ലേട്ടനും ഒക്കെ ഒത്തിരി ഇഷ്ടമായത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കറിയായത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുന്ന വരെ ഇത് തീ ഒന്ന് കൂട്ടി വെക്കുക. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട്. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചു. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു കുറുകി. ഇനി ഇതിപ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്കൊന്ന് വറുത്തിടണം. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 വറ്റൽ മുളക് രണ്ടായിട്ട് പൊട്ടിച്ചിടാം, കുറച്ച് കറിവേപ്പില, ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിക്കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ ഇഡ്ഡലി, ദോശ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. ഇത് നമുക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഇത് വേറൊരു ടേസ്റ്റാണിത്. നമ്മൾ കായവും തക്കാളിയും ഒന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ആ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.